ഇരിക്കുമ്പോൾ ഒരു കരടി ആക്രമിക്കാൻ വന്നു. കരടി ആക്രമിക്കാൻ വന്നപ്പോൾ ഒരാൾ ഓടി മരത്തിൻ്റെ മുകളിൽ കയറി, രണ്ടാമത്തെ ചത്ത പോലെ കിടന്നു. ഇനി എൻ്റെ അറിവ് ചത്ത പോലെ ചത്ത് കഴിഞ്ഞാൽ കരടി ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ കരടി ഇയാളെ മൂക്കിലൊക്കെ മണത്ത് ശ്വാസം ഇല്ലാന്ന് കണ്ടപ്പോൾ കരടി തിരിച്ചു പോയി. അത് കഴിഞ്ഞ് താഴെ മുകളിലേക്ക് ഓടിക്കേറിയ സുഹൃത്ത് ഇയാളോട് ചോദിച്ചു, കരടി നിങ്ങളുടെ ചെവിയിൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആപത്തിൽ ഉപേക്ഷിക്കുന്നതിനെ വിശ്വസിക്കരുതെന്നാണ് കരടി എന്നോട് പറഞ്ഞിട്ട് പോയത്. ഇത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ട്, ഇപ്പം മിത്രം ആരാണ് എന്നുള്ളത് നമ്മുടെ ആപത്ത് വരുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. രണ്ട്, ഇവിടെ പറഞ്ഞു ജുഡീഷ്യറിയും ഗവൺമെൻറ്റും, ഞാൻ വക്കീലായതും കൂടെ ആണ്, ഞാൻ പണ്ടൊരു പ്രൊഫസറായിരുന്നു, ഇപ്പോൾ വക്കീലായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ജുഡീഷ്യറിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധിച്ചത്. 2013 മുമ്പ് ഉള്ള ഒരു കേസിലും ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് വിധിച്ചത്. ജുഡീഷ്യറിയുടെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നിലവിലുള്ള നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അവർക്ക് വിധി പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജുഡീഷ്യറിയിൽ നിന്ന് അനുകൂലമായി വിധി ഉണ്ടായില്ല എന്ന് പറഞ്ഞ് നമ്മൾ ജുഡീഷ്യറിയെ കുറ്റം പറയരുത്. ജുഡീഷ്യറി നിയമം വ്യാഖ്യാനിക്കുകയും നിയമപ്രകാരമാണോ നടക്കുന്നത് എന്ന് മാത്രമേ നോക്കിയുള്ളൂ. രണ്ടാമതൊരു കാര്യം, 22-ാം തീയതിയിലെ ചർച്ചയിൽ ഈ പ്രശ്നം തീരണമെന്ന് അമിതമായി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കണ്ണീരും ദുഃഖവും ദുരിതവുമാണ്, ആർക്കും ഉണ്ടാകുന്ന ദുരിതമാണ്. പക്ഷേ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. 1995-ലെയും 2013-ലെയും വഖഫ് നിയമ ഭേദഗതി ബില്ല് വന്നതിന് ശേഷം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരില്ല എന്നുള്ളൊരു ഉറപ്പല്ല നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് തീരുമാനവും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകില്ല എന്നുള്ള ഉറപ്പല്ല, ഇറക്കിയിട്ടില്ല എന്നുള്ള ഉറപ്പല്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടേതാണ്. അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാറണമെന്നുണ്ട്.